നാരായണ ഗുരുദേവൻ്റെ ജീവിത കാലഘട്ടത്തിൽ പോലും ഗുരുവിനെ കണ്ടു കഴിഞ്ഞാൽ ഗുരുവിന് സ്വർണത്തിൻ്റെ നിറമാണ് എന്നാണ് പറയുക. ശിവപ്രേമപിണ്ഡം പരം സ്വർണവർണ്ണമെന്ന് വിനായകനെ സ്തുതിക്കുന്ന പോലത്തെ ആകാര സൗഷ്ഠവവും ആകാര ഭംഗിയുമാണ് ഗുരുദേവന് എന്നാണ് പറയുക. ഈ സ്വർണ്ണ നിറം കാണുമ്പോൾ ഈ ട്രെയിനിൽ സഞ്ചരിച്ചിരുന്ന ഗുരുദേവനോട് ചോദിച്ചു, എന്താ പേര്? ഗുരു പറഞ്ഞു, നാരായണൻ. അടുത്ത ചോദ്യം, ഏതാ ജാതി? അപ്പോൾ ഗുരു പറഞ്ഞു, കണ്ടിട്ട് മനസ്സിലായില്ലേ? ഗുരുവിൻ്റെ മറുപടികളൊക്കെ ഇങ്ങനെയാണ്. ഗുരു തർക്കിക്കാൻ നിൽക്കാറില്ല, പക്ഷെ ഗുരു ഉദ്ബോധിപ്പിക്കാറുണ്ട്. സാഹചര്യങ്ങൾ ചവിട്ടുപടിയാക്കിക്കൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ ഒരിക്കലും മറക്കാത്ത വിധത്തിലുള്ള മറുപടി കൊടുക്കാൻ ശ്രേഷ്ഠനായിരുന്നു ഗുരു. അതുകൊണ്ടാണ് ശിവലിംഗദാസ സ്വാമികൾ പാടിയത് വാദിനാം വാദിനെ വാചം യമാനാം മൗനഭാജിനെ എന്ന്. വാദിക്കുന്നവർക്ക് അതിവാദിയായും മൗനിക്കിടയിൽ അതിമൗനിയുമായി ഗുരുവിന് വർത്തിക്കാൻ കഴിയുമായിരുന്നു. അത് ഗുരുവിൻ്റെ വ്യക്തിത്വ സവിശേഷതയുടെ രണ്ട് മുഖങ്ങളായിരുന്നു. ആ ഗുരുവിനോടാണ് ചോദിച്ചത് ജാതി ഏതാണ് എന്ന്. ഗുരു പറഞ്ഞു, കണ്ടിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ചോദിച്ച ആൾ പറഞ്ഞു, ഇല്ല, മനസ്സിലായില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും? ഒരു മനുഷ്യനെ കണ്ടിട്ട് ഒരു മനുഷ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? ഇതായിരുന്നു ഗുരുവിൻ്റെ ഉത്തരം, ഇതായിരുന്നു ഗുരുവിൻ്റെ രീതി. അവിടെയാണ് ചോദിച്ചവന് ഈ ചോദ്യത്തിലെ പിശകുണ്ട് എന്ന് മനസ്സിലായത്. ചരിത്രത്തിൻ്റെ പിശകായിരുന്നു അത്. അതുവരെ കൊണ്ടുവന്ന ചരിത്രത്തിൻ്റെ പിശക്, ആ പിശകിനെയാണ് ഗുരു തിരുത്തിയത്. ഈ മനുഷ്യർക്കിടയിൽ ഉച്ചനീചത്വങ്ങളില്ല എന്ന് ഗുരു കാണിച്ചു, വർണ്ണവ്യവസ്ഥകളില്ല എന്ന് കാണിച്ചു, ചിലർക്ക് മാത്രമുള്ള അവകാശങ്ങളില്ല, ചിലർ മനുഷ്യർ പോലുമല്ല എന്ന് കരുതിയിരുന്നിടത്ത് എല്ലാവരും ഒരു ജാതി എന്ന് പറയാൻ ഗുരു മറന്നില്ല. അവിടെയാണ് ഗുരുവിൻ്റെ അവതാര ഉദ്ദേശത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നും ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആർക്ക് ഏത് തരം സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഗുരുവിൻ്റെ ദർശനത്തെ കൺപാർക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ ഏത് മതക്കാരനാണ് എന്ന് അന്വേഷിച്ചിട്ടല്ല അവന് വേണ്ടിയിട്ട് ഒരു പ്രത്യുപകാരം നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അവൻ ഏത് ജാതിക്കാരനാണ് എന്ന് നോക്കിയിട്ടല്ല, അവൻ ഏത് രാഷ്ട്രീയക്കാരനാണ് എന്ന് നോക്കിയിട്ടല്ല. ഒരു നല്ല രാഷ്ട്രീയക്കാരൻ അപരൻ്റെ രാഷ്ട്രീയത്തെയും ബഹുമാനിക്കുന്നവരായിരിക്കും എന്ന പാഠം ഗുരു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റേത് മാത്രമാണ് ശരി എന്ന് പറയരുത്. മതത്തിലാണെങ്കിലും ജാതിയിലാണെങ്കിലും രാഷ്ട്രീയതയാണെങ്കിലും നീ പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ വേറിട്ട ഒരു കാഴ്ച പേറുന്ന രാഷ്ട്രീയക്കാരൻ നിൻ്റെ മുന്നിലേക്ക് കടന്നു വരാം. അവന് രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് നീ ആക്ഷേപിക്കരുത്. അവൻ്റെ കാഴ്ച അവനായിരിക്കട്ടെ, നിൻ്റെ കാഴ്ച നിൻ്റേതായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിനെ, നമ്മുടെ മനോഭാവത്തെ, നമ്മുടെ താല്പര്യത്തെ നമ്മൾ നിലനിർത്തുകയും അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം അപരൻ്റെ കാഴ്ചപ്പാടിനെ അംഗീകരിക്കുവാനും നിലനിർത്തുവാനും സംരക്ഷിക്കുവാനും ഒരു വ്യക്തി തയ്യാറാകുന്നു എന്നുള്ളതാണ് ശ്രീനാരായണ ദർശനത്തെ പിന്തുടരുന്നവർക്ക് സംഭവിക്കുന്ന ഒരു മഹേന്ദ്രജാല വിദ്യ എന്ന് ഞാൻ പറഞ്ഞത്. അവിടെയാണ് ആ മനുഷ്യത്വം എന്ന് പറയുന്ന ജാതിയിൽ നിന്ന് ഗുരു വീണ്ടും വരികയാണ് ഗുരുവിൻ്റെ സാമൂഹ്യ ദർശനത്തിലേക്ക്. അതാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകത എന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മൾ ഒരുപാട് ആചാര്യന്മാർ ഒരുപാട് നല്ല നല്ല വാക്യശകലങ്ങൾ, വേദാന്ത ശകലങ്ങൾ, ആത്മതത്വങ്ങളൊക്കെ പറഞ്ഞ് കടന്നു പോകുമ്പോഴും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഗുരുവിൻ്റെ സാമൂഹ്യ ദർശനത്തിൻ്റെ പ്രസക്തി അതാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് ഗുരു ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന അത്തരത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ വിധി പ്രസ്താവനകളിലൊക്കെ ഒരു പ്രത്യേക തരം മാനദണ്ഡങ്ങളെ നിർത്തി സംസാരിച്ചിരുന്ന കാലത്ത് ഗുരു മനുഷ്യരെ മുഴുവൻ ആകവെ ഒന്നായി കണക്കിലെടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നു. അതാണ് ഗുരു എന്ന മാനവികൻ. ആ മാനവികതയാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ട് വരേണ്ടുന്നത്. നമ്മളും കൈക്കൊള്ളേണ്ടുന്ന നിലപാട്. ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക. എനിക്ക് എത്ര കണ്ട് ഞാൻ പ്രിയമാണോ അത്ര കണ്ട് പ്രിയമായിരിക്കണം എനിക്ക് നിങ്ങളും. അവിടെയാണ് ഗുരു പറഞ്ഞത് പ്രിയം ഒരു ജാതി. ആ പ്രിയം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് നോക്കണം? തൻ പ്രിയം അപരപ്രിയം എന്നറിഞ്ഞിടണം. നമുക്ക് കഴിയാറുണ്ടോ അങ്ങനെ?
എൻ്റെ പ്രിയത്തെ ഞാൻ നടപ്പാക്കുമ്പോൾ വേറൊരുവൻ്റെ പ്രിയം ഹനിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം, നമ്മളൊന്ന് അന്വേഷിക്കണം. എൻ്റെ ഒരു സുഖം ഞാൻ നടത്തുമ്പോൾ വേറൊരുവന് അത് സുഖപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. അത് ഒരു ഉത്തരവാദിത്വമാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ജീവി എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ഏറ്റവും കുറഞ്ഞ ഉത്തരവാദിത്വമായിരിക്കണം അത്. അതാണ് ഗുരു പറഞ്ഞത്, അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അവൻ ഇവൻ എന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ, എവിടെയാണ് നമ്മൾ അവൻ എന്ന് പറയുക, എവിടെയാണ് നമ്മൾ ഇവൻ എന്ന് പറയുക? എൻ്റേതുകൾ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ വേലികെട്ടി തരംതിരിക്കും. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനുജൻ, എൻ്റെ ചേട്ടൻ, എൻ്റെ ജാതി, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ദേശീയത, എൻ്റെ മതം, ഈ എൻ്റെ ഒരു അർബുദമാണ്. ഗുരു പറയുന്നത് ഈ എൻ്റെ എന്ന അർബുദത്തെ മാറ്റിക്കളയണം, ബാക്കിയായാൽ നന്നായിരിക്കും എന്നാണ്. ആ ഒരു എൻ്റേതുകളെ മാറ്റാൻ ആർക്കാണോ കഴിയുന്നത് അവനെയാണ് ഗുരു നല്ല മനുഷ്യൻ എന്ന് വിളിച്ചത്. ആ നല്ല മനുഷ്യൻ എന്ത് ചെയ്യും? ആ നല്ല മനുഷ്യൻ്റെ ചെയ്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അയാളുടെ പ്രവൃത്തി, അയാളുടെ കർമ്മത്തിൻ്റെ പ്രത്യേകത എന്താണ്? അയാൾ ചെയ്യുന്നത് മറ്റൊരാൾക്കും നന്മയായിട്ട് വരും. അത്ര ലളിതമായി ഗുരു പറയുമ്പോഴും അനുഷ്ഠാനത്തിലേക്ക്, പ്രവൃത്തിയിലേക്ക് വരാൻ വലിയ പാടാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ മുന്നിലിരിക്കുന്ന ഒരാൾക്ക് സന്തോഷമാകണമെങ്കിൽ ഒരുപാട് 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 കാര്യങ്ങൾ, ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും തന്നെ ഈ നോട്ടീസ് വായിച്ചു നോക്കിയപ്പോഴും പരമകാരുണികനായ ശ്രീനാരായണ ഋഷി ഗൃഹസ്ഥാശ്രമികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന സത്വസംഹിതകളെ പരിചയപ്പെടുത്തുന്ന ഒരു വേദിയാണ് എന്നതിൻ്റെ മുഖവുരയിൽ പറയുമ്പോൾ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തെ സന്തുഷ്ടമാക്കാൻ കഴിയുന്ന, കൊച്ചു ജീവിതത്തെ ആനന്ദഭൂയിഷ്ടമാക്കാൻ കഴിയുന്ന എല്ലാതും ഈ പുസ്തകത്തിലുണ്ട്. ആദ്യം വേണ്ടുന്നത് ഈ ഗ്രന്ഥമാണ്, ഈ വേദഗ്രന്ഥം. ഈ വേദഗ്രന്ഥത്തിൽ എല്ലാതും തന്നെ ഉള്ളടങ്ങിയിട്ടുണ്ട്. ഒരു വരി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കടലിൻ്റെ ഇരമ്പം നമുക്കതിൽ കേൾക്കാൻ കഴിയും. ഒരു വരി മതി, ഒരു കടലിലേക്ക് പോയി ജ്ഞാനസ്നാനം ചെയ്ത് നമുക്ക് തിരിച്ചു വരാൻ കഴിയും. ഈ ജ്ഞാനസ്നാനമാണ്, ഈ അറിവിൽ നടക്കുന്ന സ്നാനമാണ് ഈ വിജ്ഞാന സരണിയിലൂടെയും നമ്മൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് പ്രിയം, എൻ്റെ പ്രിയം നിൻ്റെ പ്രിയമായിരിക്കണം.